നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകും പുതിയ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ചെറുതോണി KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ₹2 കോടി ചെലവഴിച്ച് നിർമ്മിച്ച വാരപ്പട്ടി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ അക്കാദമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി P രാജീവ് നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം അനർഹർ കൈയടിക്കുന്ന ആരോപണവുമായി മുൻ പ്രസിഡന്റും ഒരു വിഭാഗം അംഗങ്ങളും. ₹5 കോടി ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ നവീകരിച്ച കോതമംഗലം അടിവാട് റോഡിന്റെയും അടിവാട് ടൗണിലെ ഡ്രൈനേജ് നിർമ്മാണ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം നടത്തി മന്ത്രി P രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. കാലാവസ്ഥാ വെല്ലുവിളികളെ അതിജീവിച്ച് സാങ്കേതിക വിദ്യയിലൂടെ കൃഷിയെ ലാഭകരമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാറക്കടവ് നെല്ലിപ്പാറ ഭാഗത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ KM മാണി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകും പുതിയ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ചെറുതോണി KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ ഉദ്ഘാടനവും ₹2 കോടി ചെലവിൽ നിർമ്മാണം ആരംഭിക്കുന്ന KSRTC 4-ബേ കാരേജിന്റെ നിർമ്മാണോദ്ഘാടനവും ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സർവീസുകളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചെറുതോണിയിൽ നടന്ന യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. 10 വർഷത്തിന് ശേഷം സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പുതിയ KSRTC ഓപ്പറേറ്റിംഗ് സെന്ററാണ് ചെറുതോണിയിലേതെന്നും ഇതിന്റെ വിജയകരമായ നടത്തിപ്പ് ജില്ലയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ചെറുതോണി KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ ഉദ്ഘാടനവും ₹2 കോടി ചലവിൽ നിർമ്മാണം ആരംഭിക്കുന്ന KSRTC 4-ബേ ഗ്യാരേജിന്റെ നിർമ്മാണോദ്ഘാടനവും ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 15,128 സ്ക്വയർ ഫീറ്റിലുള്ള മറ്റൊരു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, 10 വർഷത്തിന് ശേഷം ഈ ജില്ലയിലെ 7ാമത്തേതും സംസ്ഥാനത്തെ 94ാമത്തേതും ബസ് ഓപ്പറേറ്റിംഗ് സെന്ററാണിത്. 10 വർഷമായി ഓപ്പറേറ്റിംഗ് സെന്ററുകൾ അടയ്ക്കുകയാണ് ചെയ്തത്. പല ഓപ്പറേറ്റിംഗ് സെന്ററുകളും വലിയ നഷ്ടത്തിലായി. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിർബന്ധപ്രകാരം ചെറുതോണിയിൽ പുതിയ ബസ് സ്റ്റേഷൻ തുടങ്ങുന്നത്. പൈനാവിൽ നിർമ്മാണം പൂർത്തിയായ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് മോട്ടോർ വാഹന ലൈസൻസ് ടെസ്റ്റ് മുഴുവൻ മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ചെറുതോണിയിൽ നടന്ന യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. കുമളി കോയമ്പത്തൂർ സൂപ്പർ ഡീലക്സ്, കുമളി കണ്ണൂർ സൂപ്പർ ഡീലക്സ്, കട്ടപ്പന തിരുവനന്തപുരം സൂപ്പർ ഡീലക്സ്, കട്ടപ്പന പുൽപ്പള്ളി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്നീ സർവീസുകളും ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ വിജി കണ്ണൻ, നൌഷാദ് TE, അമ്മിണി ജോസ്, പ്രഭ തങ്കച്ചൻ, സിജി ചാക്കോ, രാജു ജോസഫ്, KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, കട്ടപ്പന അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ഷാജി കുര്യാക്കോ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ CV വർഗീസ്, ഷാജി കാഞ്ഞമല, സലിംകുമാർ, അനിൽ കൂവപ്ലാക്കൽ, അസീസ്, ജോസ് കുഴികണ്ടം, സാജൻ കുന്നേൽ, രതീഷ് അത്തിപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ₹2 കോടി ചെലവഴിച്ച് നിർമ്മിച്ച വാരപ്പട്ടി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ അക്കാദമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി P രാജീവ് നിർവഹിച്ചു. ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ₹2 കോടി ചെലവഴിച്ച് നിർമ്മിച്ച വാരപ്പട്ടി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ അക്കാദമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം വ്യവസായ നിയമ വാണിജ്യ കയർ വകുപ്പ് മന്ത്രി P രാജീവ് നിർവഹിച്ചു. നമ്മുടെ നാടിന്റെ വ്യവസായ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട നിക്ഷേപമായി മാറും. കേരളത്തിന്റെ കരുത്തെന്നുള്ളത് നല്ല ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ്, മാനവ വിഭവശേഷിയാണ്. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളും കേരളത്തിന് അനുയോജ്യമായത് ഞാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഞാൻ 5 ഉദ്ഘാടനം ചെയ്തു. മന്ത്രിസഭ 5 ഉദ്ഘാടനം ചെയ്തു. പുതിയ പെരുമ്പാവൂർ റൈഫിൾസ് 6 വിട്ട് കയറി 60ഓളം ഏക്കർ, 30 ഏക്കർ ഇപ്പോൾ നമ്മൾ തിരിച്ചു പോയി. അവിടെ
ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് കമ്പനി കെയ്ൻസ് ടെക്നോളജീസ്. അപ്പോൾ അവർക്ക് ആ സ്ഥലം അലോട്ട് ചെയ്തു. അവരൊരു 450 കോടി ആദ്യഘട്ടത്തിൽ നിക്ഷേപമാണ്. അവർ സ്ഥലം അലോട്ട് ചെയ്തപ്പോൾ പുതിയ ബിൽഡിംഗ് പണിയാൻ കല്ലിടാനായിട്ട് അന്വേഷണം ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കല്ലിടുന്നതോടൊപ്പം ആദ്യത്തെ യൂണിറ്റ് ഉദ്ഘാടനം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 15,000 സ്ക്വയർ ഫീറ്റ് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. ഭാഗവീതരായ പോലെ കിടക്കുകയും അവരത് റിനോവേറ്റ് ചെയ്തു. ആദ്യത്തെ പ്രൊഡക്ഷൻ യൂണിറ്റായി മാറ്റി. ഞാൻ ചെല്ലുന്ന ഉദ്ഘാടനം ചെയ്യുമ്പോൾ 100 ലാപ്ടോപ്പുകൾ അവിടുന്ന് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയില്ല. ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷ്, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടർ അനി എബ്രാഹിം, ജില്ലാ ഡിവിഷൻ മെമ്പർ ജോമി തെക്കേക്കര, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA യൂസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ EM അജാസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജ്മി അൻസാരി, വാർഡ് മെമ്പർ നിർമ്മല മോഹൻ, SI TTTR, ജോയിന്റ് ഡയറക്ടർ സിനിമോൾ KG, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മേഖലാ കാര്യാലയം ജോയിന്റ് ഡയറക്ടർ ഇൻചാർജ് സജ്ന പൗലോസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് AR അനി, ഷാജി വർഗീസ്, റജിൻ കുമാർ PA, KM സെയ്ദ്, സേവ്യർ EM, ജോസി പോൾ, AP റഹീം, മാത്യു PT, അജേഷ് രാജശേഖരൻ എന്നിവർ സംസാരിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് സ്വാഗതവും സ്കൂൾ സൂപ്രണ്ട് TP കുര്യാക്കോസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം അനർഹർ കൈയടക്കിയെന്ന ആരോപണവുമായി മുൻ പ്രസിഡന്റും ഒരു വിഭാഗം അംഗങ്ങളും മലങ്കര റിസർവോയർ ഫിഷറീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റ് ഉദയലാൽ ഘോഷും 19 അംഗങ്ങളുമാണ് ഇത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം അനർഹർ കൈയടക്കിയെന്ന ആരോപണവുമായി മുൻ പ്രസിഡന്റും ഒരു വിഭാഗം അംഗങ്ങളും മലങ്കര റിസർവോയർ ഫിഷറീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റ് ഉദയലാൽ ഘോഷും 19 അംഗങ്ങളുമാണ് ഇത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. സൊസൈറ്റിയുടെ ഭരണഘടനയും നിയമാവലികളും ലംഘിച്ച് മത്സ്യബന്ധനവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരെ ഉൾപ്പെടുത്തി സൊസൈറ്റി ഭരണം നിയമവിരുദ്ധമായി പിടിച്ചെടുക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. നിയമാവലി അനുസരിച്ച് 5% പേരെ മാത്രമേ ജനറൽ വിഭാഗത്തിൽ നിന്നും ഉൾപ്പെടുത്താവൂ എന്നാണ് വ്യവസ്ഥ. എന്നാൽ ഇപ്പോൾ 70% പേരും ജനറൽ വിഭാഗക്കാരാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയവരെ അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. അനർഹരെ ഉൾപ്പെടുത്തി സംഘം പുനഃസംഘടിപ്പിച്ച് ഭാരവാഹി തിരഞ്ഞെടുപ്പും നടത്തി. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് വാങ്ങി നൽകുവാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഇതിനായി വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതിന് ശ്രമിക്കുന്നതിന്റെ വാട്സപ്പ് ശബ്ദ സന്ദേശങ്ങളും തങ്ങളുടെ പക്കലുണ്ടെന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. 2022 ജൂണിലാണ് സർക്കാർ അംഗീകൃത ലൈസൻസ് ഉടമകളായ ഉദയലാൽ ഘോഷ് പ്രസിഡന്റ്, VN അഭിലാഷ് സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ 9 അംഗ ഭരണസമിതിയുമായി സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്. 35 അംഗങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഏതാനും ആളുകൾ സൊസൈറ്റിയിൽ കടന്നു കയറിയതെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു. ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇതൊന്നും ഇവർക്ക് അറിയില്ല. ഇതിൻ്റെ ഭരണഘടന അറിയില്ല, പ്രവർത്തനങ്ങൾ അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ പറയുന്നതെല്ലാം അംഗീകരിച്ച് വിശ്വസിച്ചാണ് ഇവരെല്ലാം ചേരുന്നത്. പക്ഷേ ഇവരെ ഈ പാവങ്ങളെ കുടുക്കിലാക്കുന്ന ഒരു സംവിധാനമാണോ ഇത്? കാരണം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള മെമ്പർഷിപ്പാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം പലരുടെ അടുത്തും പൈസ മേടിക്കുന്നുണ്ട്. 3000 രൂപ മുതൽ 4000 രൂപ വരെയാണ് ക്ഷേമനിധിക്ക് വേണ്ടി ഇവർ തറവില നിശ്ചയിച്ചിരിക്കുന്നത്. ഇതൊക്കെ ചെയ്താണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ആൾക്കാർ ഇതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം നടത്തി 1.5 വർഷത്തോളം ഇതിനെക്കുറിച്ച് പ്രചരിപ്പിച്ച് ആൾക്കാരുടെ അംഗീകൃത തൊഴിലാളികളുടെ അംഗത്വവും കൊടുത്ത് അവർക്ക് ക്ഷേമനിധിയും കൊടുത്ത് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് വന്ന ഈ പ്രസ്ഥാനം ഈ പുതിയ ഭരണസമിതി വന്നപ്പോഴേക്കും അവരുടെ തെറ്റുകളും വീഴ്ചകളും ചൂണ്ടിക്കാണിക്കുന്നവരെ പുറത്താക്കാൻ വേണ്ടി അനധികൃതമായിട്ട് ചേർത്തവരുടെ ഭൂരിപക്ഷം മുതലെടുത്തുകൊണ്ട് എല്ലാവരും ഒന്നൊന്നായിട്ട് പുറത്ത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ പറഞ്ഞ പോലെ പരാതി കൊടുത്തിട്ടുണ്ട്. മേൽഘടകങ്ങളിൽ, ഉത്തരവാദിത്തപ്പെട്ട മേൽഘടകങ്ങളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന് നിയമപരമായ ഒരു തീരുമാനം ഇല്ല എങ്കിൽ അടുത്തതായിട്ട് ഞങ്ങളുടെ അഭയസ്ഥാനം ഹൈക്കോടതിയാണ്. അങ്ങോട്ട് വിടരുത് ഞങ്ങൾ. അതാണ് പറയാനുള്ളത്. ക്ഷേമനിധിക്ക് ഓൺലൈനിലാണ് അപേക്ഷിക്കുന്നത്. അവ പരിശോധിച്ച ശേഷം ക്ഷേമനിധി ബോർഡാണ് ആനുകൂല്യങ്ങൾ നൽകുന്നത്. 5 കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ നവീകരിച്ച കോതമംഗലം അടിവാട് റോഡിന്റെയും അടിവാട് ടൗണിലെ ഡ്രൈനേജ് നിർമ്മാണ പൂർത്തീകരണത്തിന് ഉദ്ഘാടനം നടത്തി വ്യവസായ, നിയമ, വാണിജ്യ, കയർ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു.
5 കോടി രൂപ ചിലവഴിച്ച് ആധുനിക നിലവാരത്തിൽ നവീകരിച്ച കോതമംഗലം അടിവാട് റോഡിന്റെയും അടിവാട് ടൗണിലെ ഡ്രെയിനേജ് നിർമ്മാണ പൂർത്തീകരണത്തിന്റെയും ഉദ്ഘാടനം വ്യവസായ നിയമ വാണിജ്യ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ റോഡുകളും നല്ല BM and BC നിലവാരത്തിലേക്ക് വന്നു. പത്താം സൗകര്യം നന്നായി വികസിച്ചിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്താദ്യമായിട്ടായിരിക്കും ഇതുപോലെയുള്ളൊരു സമഗ്ര പാക്കേജിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടൗൺഷിപ്പ് നിർമ്മിച്ച് കൈമാറുന്നത്. വീട് മാത്രമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കൈമാറിയെങ്കിൽ ഇനി അവിടെ സ്കൂൾ വരികയാണ്, ആശുപത്രി, ലൈബ്രറി, ഗ്രൗണ്ട്, കടകൾ, ഇതെല്ലാം വെച്ചിട്ടുള്ള സൗകര്യമാണ്. അപ്പോൾ അടിവാട് കടക്കാരെ കൊണ്ടുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ രാജ്യത്തെ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഏതെങ്കിലും പ്രകൃതി ദുരന്തമുണ്ടായാൽ കടകൾക്കും സംരംഭങ്ങൾക്കും നഷ്ടപരിഹാരം നൽകാൻ വ്യവസ്ഥയില്ല. അതാണ് നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമം. വീടിന് കൊടുക്കാം, മറ്റ് കാർഷിക മേഖലയ്ക്ക് കൊടുക്കാം. കട സംരംഭം ഇതിന് നഷ്ടപരിഹാരമില്ല. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര, വാർഡ് മെമ്പർ നിസാമോൾ ഇസ്മയിൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാജി മുഹമ്മദ്, MM ബക്കർ, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാമോൻ KK എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നായർ സർവീസ് സൊസൈറ്റിയുടെയും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും തമ്മിലുള്ള ഐക്യം ഒരു വഞ്ചനയാണെന്ന് KB ഗണേഷ് കുമാറിന്റെ പരാമർശത്തിന് എതിരെ വെള്ളാപ്പള്ളി നടേശൻ. ഗണേഷ് കുമാർ വഞ്ചനയുടെ മാസ്റ്ററാണെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം തന്നെ വഞ്ചനയിൽ അധിഷ്ഠിതമാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. വഞ്ചനയിലൂടെ ഗണേശിന് ലഭിച്ച പ്രതിഫലമാണ് മന്ത്രിസ്ഥാനം. അദ്ദേഹത്തിന് ധാർമ്മിക മൂല്യങ്ങളില്ല. സ്വന്തം പിതാവിനെയും സഹോദരിയെയും അളിയനെയും വഞ്ചിച്ചു. ഒരു നടിയുടെ ട്രസ്റ്റിന്റെ ഫണ്ട് പോലും ദുരുപയോഗം ചെയ്തു. മറ്റുള്ളവരെ വഞ്ചിക്കുന്നവർ എല്ലായിടത്തും വഞ്ചന കാണുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പത്മഭൂഷൺ അവാർഡിനെതിരെ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അവാർഡ് നൽകിയവർ അവരുടെ നിലപാട് വ്യക്തമാക്കും. ഒരു കേസിലും ഞാൻ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗണേശൻ പറഞ്ഞല്ലേ, ഗണേശൻ ലോകചതിവനല്ലേ. സ്വന്തം അച്ഛനെ ചതിച്ച ചതിയന്മാർക്ക് എല്ലാം ചതിവായിട്ട് തോന്നുള്ളൂ. ഗണേശൻ അച്ഛനെ ചതിച്ചു, പെങ്ങളെ സഹിച്ചു, അളിയനെ ചതിച്ചു. എന്തിന്? കൂടെ ചില സിനിമാ നടി കൊടുത്ത ട്രസ്റ്റ് തുക മുഴുവൻ അടിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം പറയാനാണെങ്കിൽ ചതിവിലൂടെ വന്ന് ഉമ്മൻചാണ്ടി ചതിച്ചു. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇത്തരം സദാചാരബോധമില്ലാത്ത ചതിവ് മാത്രം ചെയ്ത് മുമ്പോട്ട് കയറിയതും ആ ചതിവിൻ്റെ പ്രതിഫലമായിട്ട് കിട്ടിയതാണ് ഇപ്പോഴത്തെ തന്നെ മന്ത്രിസഭയും MLAയും. ആ, എനിക്കൊരു നിലപാടുമില്ല. തന്നൊരു ആരാണ് തന്നത്, അവരാണ് ആ നിലപാടും കേസുമൊക്കെ പറയേണ്ടത്. എനിക്ക് കാര്യമൊന്നുമില്ല. എനിക്കുള്ള കേസ് ഏതാണ്? ഏതെങ്കിലും ഒരു കേസ് എന്നെ ശിക്ഷിച്ച് എനിക്ക് പറയാമോ? കേസുകളെല്ലാം ഇങ്ങനെ വളരെ കൊടുക്കുന്നുണ്ട്. ഒരു കേസ് എന്നെ ശിക്ഷിച്ചതായിട്ടോ ഇന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എതിരാളികൾക്ക് എന്തെങ്കിലും പറയണ്ടേ? ഇത് കുറേ നാളായി തുടങ്ങിയിട്ട്. എന്ത് ചെയ്തിട്ടോ എല്ലാം ഒത്തോ SNDP യോഗത്തെ റിസീവറാക്കാൻ, FN ട്രസ്റ്റിനെ റിസീവറാക്കാൻ, ഇങ്ങനെയുള്ള ദുഷ്ടശക്തികളോട് ചിന്തയോടുകൂടിയും ചില കുലംകുത്തികൾ നടക്കുന്നുണ്ട്. ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഇതൊന്നും കാലാവസ്ഥാ വെല്ലുവിളികളെ അതിജീവിച്ച് സാങ്കേതിക വിദ്യയിലൂടെ കൃഷിയെ ലാഭകരമാക്കുക ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാറക്കടവ് നെല്ലിപ്പാറ ഭാഗത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ KM മാണി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ കർഷക സമിതി പ്രസിഡന്റ് സിബി പ്ലാത്തോട്ടം അധ്യക്ഷത വഹിച്ചു. KIIDC ജനറൽ മാനേജർ ഡോക്ടർ സുധീർ പടിക്കൽ പദ്ധതി വിശദീകരണം നടത്തി. കാലാവസ്ഥാ വ്യതിയാനം വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ അതിജീവിച്ച് കൃഷിയെ ലാഭകരമാക്കാൻ സാധിക്കുന്ന ഏറ്റവും നൂതനമായ സംവിധാനമാണ് മൈക്രോ ഇറിഗേഷൻ പദ്ധതിയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാറക്കടവ് നെല്ലിപ്പാറ ഭാഗത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ KM മാണി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം മൂലം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കുകയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന സന്ദർഭത്തിൽ കൃഷിയുടെ
കൃഷിയിടങ്ങളിൽ വിളവ് വർദ്ധിപ്പിക്കണം. വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പ്രതിരോധിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കുകയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിൽ പല വിധത്തിലുള്ള വെല്ലുവിളികൾ നമ്മൾ നേരിടുന്ന ഒരു സന്ദർഭത്തിൽ കൃഷിയിടങ്ങളിൽ ഇനി ഈൽഡ് വർദ്ധിപ്പിക്കുക, നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക. ഇപ്പൊ കഴിഞ്ഞ ഒരു 10, 25, 30 വർഷം മുമ്പ് വല്ല 1-2 തലമുറകൾക്കപ്പുറം 8-10 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നൊരു കുടുംബത്തിന് ഇന്ന് തലമുറകൾ മാറി അതെല്ലാം പുതിയ പുതിയ നിലയിലേക്ക് വന്നപ്പോൾ 1 ഏക്കർ, 1/2 ഏക്കർ, 50 സെന്റ്, 20 സെന്റൊക്കെ കുറഞ്ഞു വരും. അപ്പൊ ഭൂവിസ്തൃതി ഇനി മെച്ചപ്പെടുത്തി ആദായം കൂടുതലാക്കുക എന്നുള്ള സ്ഥിതി സ്വാഭാവികമായും സാധ്യമല്ലാത്ത ഒരു സാമ്പത്തിക പരിസ്ഥിതിയും കൂടി നമുക്കുണ്ട്. അപ്പൊ നമ്മൾ യഥാർത്ഥ കൃഷിഭൂമിയിൽ നിന്ന് സമയത്തുചിതമായി ഈൽഡ് വർദ്ധിപ്പിക്കുക, വരുമാനം വർദ്ധിപ്പിക്കുക, അതിനുള്ള ശാസ്ത്രീയമായ രീതി അവലംബിക്കേണ്ടതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇങ്ങനെയൊരു പദ്ധതി നമുക്ക് കേരളത്തിൽ നടപ്പിലാക്കണം. യോഗത്തിൽ കർഷക സമിതി പ്രസിഡന്റ് സിബി പ്ലാത്തോട്ടം അധ്യക്ഷത വഹിച്ചു. KIIDC ജനറൽ മാനേജർ ഡോക്ടർ സുധീർ പടിക്കൽ പദ്ധതി വിശദീകരണം നടത്തി. KIIDC ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടിക്കുള, മുൻ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു വിനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഉരുൾപൊട്ടിയ മേഖലയിൽ വർഷങ്ങൾക്ക് ശേഷം റോഡ് എന്ന സ്വപ്നം പൂർത്തിയാകുന്നു. മലയിഞ്ചി ചേലക്കാട് റോഡ് കോൺക്രീറ്റ് നിർമ്മാണം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഉരുൾപൊട്ടലിൽ ആളുകൾ മരണമടഞ്ഞതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ കൃഷിസ്ഥലങ്ങൾ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. 800 വർഷം പഴക്കമുള്ള പ്രാചീന ആദിവാസി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയ്ക്കും ഗ്രാമവാസികളുടെ സുരക്ഷിത ഗതാഗതത്തിനും ഈ റോഡ് പുനർനിർമ്മാണം സഹായകരമാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉരുൾപൊട്ടലിന്റെ ഭീതിയിൽ കുടിയിറങ്ങിയ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകാൻ മലയിഞ്ചി ചേലക്കാട് റോഡ് കോൺക്രീറ്റ് ചെയ്ത് പുനർനിർമ്മിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ആൾക്കല്ല് പാട്ടുപാറ റോഡ് വാർഡ് മെമ്പർ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഉഴുതി കുറവാണ്. അത് ST ഫണ്ട് ജൂൺ ജൂലൈ മാസത്തിൽ അത് അലോട്ട്മെന്റ് വരുമ്പോൾ അതും നമ്മളത് സന്ദർശിച്ചതിന് ശേഷം ആളുകളെയും കണ്ട് മെമ്പർ പ്രത്യേകമായി പറഞ്ഞു അവിടെ അതും നമ്മുടെ ഒരു പരിഗണനയിലുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കട്ടിക്കയം അമ്പലത്തിൻ്റെ അതിലെ ഉള്ള റോഡ്, പെരിങ്ങാശ്ശേരി റോഡ്, അതിലും നമ്മൾ പൈസ വകയിരുത്തും. അതുപോലെ തന്നെ കൂടുതൽ പണം ഈ ഉടുമ്പന്നൂർ പഞ്ചായത്തിലാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. പല കാര്യങ്ങൾ കൊണ്ടാണത്, പല ആവശ്യങ്ങൾ കൊണ്ടാണ്. കളിസ്ഥലം എന്നുള്ള നിലയിൽ, അതുപോലെ PHC വികസനവുമായി ബന്ധപ്പെട്ട് വലിയ ആവശ്യങ്ങൾ ആണ് നമ്മുടെ മുമ്പിൽ. ആ ആവശ്യങ്ങൾ പരമാവധി ആ കാര്യത്തിൽ മീറ്റ് ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പറയുന്നു. ഞാൻ ഈ റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിങ്ങളേവരുടെയും അനുമതിയോടുകൂടി നടത്തുന്നതായിട്ട് ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഉരുൾപൊട്ടലിൽ ആളുകൾ മരണമടഞ്ഞതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ കൃഷിസ്ഥലങ്ങൾ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. 800 വർഷം പഴക്കമുള്ള പ്രാചീന ആദിവാസി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയ്ക്കും ഗ്രാമവാസികളുടെ സുരക്ഷിത ഗതാഗതത്തിനും ഈ റോഡ് പുനർനിർമ്മാണം സഹായകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദുരന്തബാധിത മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ജില്ലാ പഞ്ചായത്തിന്റെ പ്രതിബദ്ധത ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രാമപഞ്ചായത്ത് അംഗം മെമ്പർ മനോജ് ഇടുക്കി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മുൻ ബ്ലോക്ക് മെമ്പർ സോമി പുളിക്കൽ, ദാമോദരൻ അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമവാസികളുടെ സാന്നിധ്യത്തിലായിരുന്നു നിർമ്മാണോദ്ഘാടനം. പുനർനിർമ്മിക്കുന്ന റോഡ് പൂർത്തിയായാൽ പ്രദേശവാസികൾക്ക് സുരക്ഷിത ഗതാഗതവും കാർഷിക പ്രവർത്തനങ്ങളുടെ പുനരുജ്ജീവനത്തിനും സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പുളിമൂട്ടിൽ സിൽക്സ് ബെസ്റ്റ് സ്പീക്കർ അവാർഡ് മത്സരം ന്യൂമാൻ കോളേജിൽ നടത്തി. ഔസേബ് ജോൺ പുളിമൂട്ടിലിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മത്സരത്തിൽ സംസ്ഥാനത്തെ സർവകലാശാലകളിലെ ആർട്സ് ആൻഡ് സയൻസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, നിയമ, അഗ്രികൾച്ചർ, ടെക്നിക്കൽ കോളേജുകളിലെ ബിരുദാനന്തര വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പുളിമൂട്ടിൽ സിൽക്സ് തൊടുപുഴയുടെ മാനേജിംഗ് ഡയറക്ടർ ഷോൺ റോയ് പുളിമൂട്ടിൽ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. പുളിമൂട്ടിൽ സിൽക്സ് ജനറൽ മാനേജർ സേതുരാജ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, ബെർസർ ഫാദർ ബെൻസൺ ആന്റണി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു.
ഔസേപ്പ് ജോൺ പുളിമൂട്ടിലിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മത്സരത്തിൽ സംസ്ഥാനത്തെ സർവകലാശാലകളിലെ ആർട്സ് ആൻഡ് സയൻസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, നിയമ, അഗ്രികൾച്ചർ, ടെക്നിക്കൽ കോളേജുകളിലെ ബിരുദാനന്തര വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആൽബിൻ സിജോ സെന്റ് തോമസ് കോളേജ് ഓട്ടോണോമസ് പാല, അശ്വിൻ എ ബി കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസ് തിരുവനന്തപുരം, അപ്സര ആന്റണി അല്ലസർ ലോ കോളേജ് തൊടുപുഴ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കി. മത്സരാനന്തരം നടന്ന സമ്മേളനത്തിൽ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും പുളിമൂട്ടിൽ സിൽക്സ് തൊടുപുഴയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഷോൺ റോയ് പുളിമൂട്ടിൽ വിതരണം ചെയ്തു. പുളിമൂട്ടിൽ സിൽക്സ് ജനറൽ മാനേജർ ശ്രീ സേതുരാജ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, ബർസാർ ഫാദർ ബെൻസൺ എൻ ആന്റണി, പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ഡോക്ടർ പ്രിൻസി ജേക്കബ്, ഡോക്ടർ അഫിന മേരി സാജു, സിസ്റ്റർ ലീന പി കുര്യാക്കോസ് എന്നിവർ സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. എല്ലാ വർഷവും നടക്കുന്ന ഈ മത്സരത്തിൽ 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം 20,000, 15,000, 10,000 രൂപയുടെ ക്യാഷ് അവാർഡാണ് പുളിമൂട്ടിൽ സിൽക്സ് തൊടുപുഴ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ വലിയ നോമ്പുകാലത്തെ 81ാമത് 40 മണി ആരാധനയ്ക്ക് തുടക്കമായി. മാർച്ച് 5 വരെയാണ് ആരാധന. കോതമംഗലം രൂപതാ വികാരി റവറന്റ് മോൻസ് പയസ് മലയക്കണ്ടത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധന നടത്തി. തുടർന്ന് കോതമംഗലം രൂപതാ ബിഷപ്പ് എമിരിറ്റിസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. പുരാതന മരിയൻ ദേവാലയമായ കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ വലിയ നോമ്പുകാലത്തെ 81ാമത് 40 മണി ആരാധനയ്ക്ക് തുടക്കമായി. മാർച്ച് 5 വരെയാണ് ആരാധന നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി റവറൻ മോൺസ്റ്റോർ പയസ് മലയക്കണ്ടത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധന നടന്നു. തുടർന്ന് കോതമംഗല രൂപത ബിഷപ്പ് എമിരിറ്റസ് അഭിവന്ദ്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ ആഘോഷമായ വിശുദ്ധ കുർബാന നയിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. അതാണ് സംഭവിക്കുന്നത്. സഭ ഈശോയുടെ ശരീരമായിട്ട് മാറുന്നു, ബന്ധപ്പെടുന്നു, പരസ്പരം കടപ്പാടുകളുണ്ട്, പരസ്പര ഐക്യം ഉണ്ട്. സഭ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമല്ല, ഒരു സമൂഹമല്ല, അപ്പുറം എന്തോ ഒന്നുണ്ട്. സഭ ഈശോയുടെ ശരീരമാണ് എന്നാണ് നമ്മൾ സഭ പഠിപ്പിക്കുന്നത്. ഈശോയുടെ ശരീരമാകുന്നു. ഈശോയുടെ ശരീരത്തെ സ്വീകരിച്ച് ഈശോയുടെ രക്തത്തെ പാലിച്ച് നമ്മൾ മറ്റു ശരീരമായി തീർന്നാൽ അടുത്തിരിക്കുന്ന ആളെ അറിഞ്ഞുകൂടാ, അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളെ അറിഞ്ഞുകൂടാ, വടിയിൽ കൃഷി അയച്ചുകൊണ്ടിരിക്കുന്നതിനെ അറിഞ്ഞുകൂടാ പറ്റുകയില്ല. കാരണം നമ്മളൊന്നാണ്. ഈശോയുടെ സ്വീകരണം വഴിയായിട്ട് ശരീരത്തിൽ സ്വീകരിച്ച് നമ്മൾ ഒരു ശരീരമായി തീരുന്നു. കടപ്പാടുകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, മറക്കാനായിട്ട് സാധിക്കില്ലല്ലോ. ഈശോ നമ്മെ ഒന്നാക്കി തീർത്ത് അവിടുത്തെ ജീവിതം പകർന്നുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളുടേതായ കൂട്ടായ്മ രൂപപ്പെടുന്നു. ആരാധനയോടനുബന്ധിച്ച് രാവിലെ 6:15 മൂവാറ്റുപുഴ ഹോളിമാഗി ഫൊറോന പള്ളി വികാരി റവറൻ ഫാദർ മാനുവൽ പിച്ചലക്കാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. 8 മുതൽ വൈകിട്ട് 4:15 വരെ ദിവ്യകാരുണ്യ ആരാധന. വൈകിട്ട് 4:30 റവറൻ ഫാദർ സ്റ്റാൻലി പുൽപ്രയിൽ നയിക്കുന്ന വിശുദ്ധ കുർബാനയും സന്ദേശവും. മാർച്ച് 5 രാവിലെ 6:15 റവറൻ ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. തുടർന്ന് 8 മുതൽ 10 വരെ ദിവ്യകാരുണ്യ ആരാധന. 10 ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം അഭിവന്ദ്യ മാർ ജേക്കബ് മുരിക്കൻ നയിക്കും. കരിമണ്ണൂർ ഇടവകയിൽ നിന്നുള്ള വൈദികർ, മുൻ വികാരിമാർ, സഹവികാരിമാർ, സമീപ ആശ്രമങ്ങളിലെ സന്യാസ വൈദികർ എന്നിവർ സഹകാർമ്മികരായിരിക്കും. തുടർന്ന് കാഴ്ച സമർപ്പണം. 11:30 ദിവ്യകാരുണ്യ പ്രദക്ഷിണം. 12:30 സമാപന പ്രാർത്ഥന, ദിവ്യകാരുണ്യ ആശീർവാദം. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. A&V വാഹന പുക പരിശോധന കേന്ദ്രം കരിമണ്ണൂർ കുറുമ്പാലമറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുകുമാർ നിർവഹിച്ചു. നൂതന സാങ്കേതിക സംവിധാനങ്ങളോടെ പുക പരിശോധന നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നും ഇൻഷുറൻസ്, ചെല്ലാൻ, ടാക്സ് സംബന്ധമായ എല്ലാ ഓൺലൈൻ സേവനങ്ങളും ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. A&V വാഹന പുക പരിശോധനാ കേന്ദ്രം കരിമണ്ണൂർ കുറുമ്പാലമറ്റത്ത് മാണിക്കുന്നേൽ പീടിക ബസ് സ്റ്റോപ്പിന് എതിർവശം കൊച്ചുതാഴത്തെ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുകുമാർ നിർവഹിച്ചു.
സാങ്കേതിക സംവിധാനങ്ങളോടെ ഗവൺമെന്റ് അംഗീകാരത്തോടെ പുക പരിശോധന നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നും എല്ലാവിധ പെട്രോൾ, ഡീസൽ, LPG, CNG വാഹനങ്ങൾക്ക് കൃത്യതയാർന്ന സേവനം ലഭ്യമാണ്. കൂടാതെ വാഹന ഇൻഷുറൻസ്, ചെല്ലാൻ, RC പേരുമാറൽ, ആധാറുമായി ലിങ്ക് ചെയ്യൽ, ടാക്സ് സംബന്ധമായ എല്ലാ ഓൺലൈൻ സേവനങ്ങളും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. നമസ്കാരം, എൻ്റെ പേര് അനന്തു. എൻ്റെ ഒരു വൈഷ്ണവ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കരിമണ്ണൂർ കുറുമ്പാലമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് ANV പുകപരിശോധന കേന്ദ്രം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇൻഷുറൻസ്, പൊല്യൂഷൻ, വാഹന സംബന്ധമായിട്ടുള്ള സകല പേപ്പർ വർക്കും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണങ്ങളും പ്രാർത്ഥനയും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. എല്ലാ വണ്ടി സംബന്ധമായ എല്ലാ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ സേവനവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. കോൺഗ്രസ് എസിൽ നിന്ന് രാജിവെച്ച് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. പാർട്ടി ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ KA ആന്റണി, പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ എന്നിവർ ചേർന്നാണ് സ്വീകരണം നൽകിയത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറി അനിൽ രാഘവന്റെ നേതൃത്വത്തിൽ തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും 50ഓളം പേർ കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നു. പാർട്ടി ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ KA ആന്റണി, പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ എന്നിവർ ചേർന്ന് അവരെ സ്വീകരിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് റെജി കുന്നംകോട്ട്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോസ് കവിൽ, ബെന്നി പ്ലാക്കൂട്ടം, മാത്യു വാരിക്കോട്ടെ, വെള്ളിയാമറ്റ മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് ഒളിയറയ്ക്കൽ, വനിതാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അംബിക ഗോപൻ, ജോസ് കുന്നുംപുറം, സാംസ്കാരിക വേദി കേന്ദ്ര കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇന്ന് ലോക ശ്രവണ ദിനം. കേൾവി സംരക്ഷണത്തെക്കുറിച്ചും ശ്രവണ വൈകല്യങ്ങൾ തടയുന്നതിനെക്കുറിച്ചുമുള്ള ബോധവൽക്കരണത്തിനായുള്ള ആഗോള ദിനമാണ് ലോക ശ്രവണ ദിനം. വിവിധതരം ശ്രവണ വൈകല്യത്തെക്കുറിച്ചും പ്രതിവിധികളെപ്പറ്റിയും തൊടുപുഴ ഹിയറിംഗ് പ്ലസിലെ ഓഡിയോളജിസ്റ്റ് തെരേസ ഷാൻഡി വിവരിക്കുന്നു. എല്ലാ കേൾവിക്കുറവും ഒരുപോലെയാണോ, അല്ലെങ്കിൽ എല്ലാ കേൾവിക്കുറവിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹിയറിംഗ് എയ്ഡ് ആണോ? സോ നമ്മൾ ഇന്നിവിടെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസിനെ പറ്റിയാണ്. ഹായ്, ഞാൻ തെരേസ, ഒരു ഓഡിയോളജിസ്റ്റ് ഫ്രം ഹിയറിംഗ് പ്ലസ് ക്ലിനിക്. നമ്മളെ കേൾക്കാനായിട്ട് സഹായിക്കുന്ന നമ്മുടെ ഇയർ, ചെവി എന്ന് പറയുന്ന ഓർഗന് മെയിനായിട്ട് 3 പാർട്സ് ആണ് ഉള്ളത്: ഔട്ടർ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. ഔട്ടർ ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറമേ കാണുന്ന ഈ സ്ട്രക്ചറാണ് പിന്ന എന്ന് പറയുന്ന സ്ട്രക്ചറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇയർ കനാൽ, ഒരു കനാൽ പോലത്തെ ഭാഗമുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ചെവിയുടെ കർണ്ണപടം, ടിമ്പാനിക് മെമ്പറൈൻ എന്ന് പറയുന്ന സ്ട്രക്ചറുണ്ട്. അത് കഴിഞ്ഞ് അടുത്തതാണ് മിഡിൽ ഇയർ. മിഡിൽ ഇയർ എന്ന് പറയുന്നത് വലിയൊരു എയർ ഫിൽഡ് ക്യാവിറ്റിയാണ്. അതിൽ മെയിനായിട്ട് 3 ബോൺസ്, മാലിയസ്, ഇംഗസ് ആൻഡ് സ്റ്റേപ്സ് എന്ന് പറയുന്ന 3 ബോൺസ് ആണുള്ളത്. അത് കഴിഞ്ഞാണ് ഇന്നർ ഇയർ. ഇന്നർ ഇയറിൽ ഹെയർ സെൽസ് പോലത്തെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത്. സോ നമുക്കൊരു സൗണ്ട് കേൾക്കണമെങ്കിൽ സൗണ്ട് നമ്മുടെ ഔട്ടർ ഇയറിലൂടെ പാസ് ചെയ്ത് മിഡിൽ ഇയറിൽ നിന്ന് ഇന്നർ ഇയറിൽ നിന്ന് സൗണ്ട് നെർവ്സ് വഴി, ഞരമ്പുകൾ വഴി ബ്രെയിനിലെത്തി പ്രോസസ്സ് ചെയ്താണ് നമ്മൾ കേൾക്കുന്നത്. സോ ഇങ്ങനെ സൗണ്ട് ട്രാവൽ ചെയ്യുന്ന ഈ പാത്വേയിൽ, സൗണ്ട് കടന്നു പോകുന്ന ഈ വഴിയിൽ എവിടെയാണ് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് എന്നനുസരിച്ചാണ് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ആണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്. അതായത് സൗണ്ട് കണ്ടക്ട് ചെയ്യുന്ന പാത്വേയിൽ, അതായത് ഔട്ടർ ഇയറിലോ മിഡിൽ ഇയറിലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് അതുകൊണ്ടുണ്ടാവുന്ന ഹിയറിംഗ് ലോസ് ആണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്. അത് പല കാരണം കൊണ്ട് വരാം. നമ്മുടെ ചെവിയിൽ ഇയർ വാക്സ് ഇരുന്നത് കൊണ്ട് വരാം, ചെവിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ നീർക്കെട്ടോ ഉണ്ടെങ്കിൽ വരാം, നമ്മുടെ ടിമ്പാനിക് മെമ്പറൈനിൽ എന്തെങ്കിലും പെർഫറേഷനോ ഹോള് പോലെ വന്നതുകൊണ്ടും ഒക്കെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് വരാം. ഇങ്ങനത്തെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് റിവേഴ്സിബിൾ ആണ്. അതായത് എന്ത് ബുദ്ധിമുട്ട് കൊണ്ടാണോ കേൾവിക്കുറവ് വന്നത് അതിന് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ആ ഹിയറിംഗ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ വാക്സ് ഇരുന്നത് കൊണ്ടുണ്ടായ കേൾവിക്കുറവാണെങ്കിൽ ആ വാക്സ് റിമൂവ് ചെയ്യാം. ഇൻഫെക്ഷനോ നീർക്കെട്ടോ ആണെങ്കിൽ അതിന് ഒരു ENT ഡോക്ടറിന്റെ സഹായത്തോടെ മെഡിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ അതും റിസോൾവ് ചെയ്യാം. സോ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹിയറിംഗ് എയ്ഡിന്റെ ആവശ്യമില്ല. പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, മെഡിസിൻസ് ആണെങ്കിൽ മെഡിസിൻ, സർജറി ആവശ്യമായ കേസ് ആണെങ്കിൽ സർജറിയിലൂടെയും നമുക്ക് ആ ഹിയറിംഗ് തിരിച്ചു പിടിക്കാൻ പറ്റും. ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ആണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്.
അതായത് നമ്മുടെ ഇന്നർ ഇയറിനോ അല്ലെങ്കിൽ ഞരമ്പിനെ അല്ലെങ്കിൽ നെർവ്സിനെ ബാധിക്കുന്ന ഹിയറിംഗ് ലോസ് ആണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രായമാകുമ്പോൾ വരുന്ന കേൾവിക്കുറവ് അല്ലെങ്കിൽ ജന്മനാ ഉണ്ടാകുന്ന കേൾവിക്കുറവൊക്കെ സെൻസറി ന്യൂറൽ ടൈപ്പ് ഹിയറിംഗ് ലോസ് ആണ്. സോ ഇങ്ങനെ ഇന്നർ ഇയറിനെയോ നെർവ്സിനെയോ ബാധിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ മെഡിക്കേഷൻസ് കൊണ്ട്, മരുന്ന് കൊണ്ട് ഒരു റീജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മളൊരു ഹിയറിംഗ് എയ്ഡ്, കേൾവി സഹായി സജസ്റ്റ് ചെയ്യുന്നത്. ഓൾസോ ഈ ഹിയറിംഗ് ലോസ് കംപ്ലീറ്റ്ലി നെർവ് റിലേറ്റഡ് ആണെങ്കിൽ ഹിയറിംഗ് എയ്ഡ് കൊണ്ടും വലിയ ബെനിഫിറ്റ് ഇല്ല എന്നുള്ള സിറ്റുവേഷൻ വരാം. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പോലുള്ള മറ്റ് റീഹാബിലിറ്റേറ്റീവ് ടെക്നിക്സ് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് തേർഡ് ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ആണ് മിക്സ്ഡ് ഹിയറിംഗ് ലോസ്. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞ കണ്ടക്റ്റീവ് കമ്പോണൻറ്റും ഉണ്ടാവും, സെൻസറി ന്യൂറൽ കമ്പോണൻറ്റും ഉണ്ടാവും. രണ്ടിൻ്റെയും ഒരു മിക്സ്ഡ് കണ്ടീഷനാണ് മിക്സ്ഡ് ഹിയറിംഗ് ലോസ്. സോ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ആദ്യമേ ഒരു ENT ഡോക്ടറിൻ്റെ സഹായത്തോടെ ആ കണ്ടക്റ്റീവ് കമ്പോണൻറ്റ് എന്താണോ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിനുശേഷം ഒരു ഹിയറിംഗ് എയ്ഡിലേക്ക് പോകാവുന്നതാണ് ഫോർ ബെറ്റർ ഹിയറിംഗ്. സോ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആൻഡ് മിക്സ്ഡ് ഹിയറിംഗ് ലോസ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ്. സോ നിങ്ങൾക്ക് കേൾവിക്കുറവുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള സൊല്യൂഷൻ എന്താണ്? മെഡിസിൻസ് ആണോ, മരുന്നാണോ, സർജറി ആവശ്യമുണ്ടോ, ഹിയറിംഗ് എയ്ഡ് ആണോ, അതോ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പോലുള്ള മറ്റ് റീഹാബിലിറ്റേറ്റീവ് ടെക്നിക്സ് ആണോ? ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സൂട്ടബിൾ ആവുന്നതെന്ന് എങ്ങനെ തിരിച്ചറിയാം? സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേൾവി പരിശോധിക്കുന്നത്. ഒരു പ്രോപ്പറായിട്ടുള്ള ഹിയറിംഗ് ടെസ്റ്റിംഗ്, കേൾവി പരിശോധനയിലൂടെ നമുക്കിതിൽ ഏത് ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ ഏത് ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം അതിന് വേണ്ട രീതിയിലുള്ള റീഹാബിലിറ്റേഷനിലേക്ക് നമുക്ക് പോകാനും പറ്റും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകും പുതിയ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ചെറുതോണി KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ₹2 കോടി ചെലവഴിച്ച് നിർമ്മിച്ച വാരപ്പട്ടി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ അക്കാദമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി P രാജീവ് നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം അനർഹർ കൈയടിക്കുന്ന ആരോപണവുമായി മുൻ പ്രസിഡന്റും ഒരു വിഭാഗം അംഗങ്ങളും. ₹5 കോടി ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ നവീകരിച്ച കോതമംഗലം അടിവാട് റോഡിന്റെയും അടിവാട് ടൗണിലെ ഡ്രൈനേജ് നിർമ്മാണ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം നടത്തി മന്ത്രി P രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. കാലാവസ്ഥാ വെല്ലുവിളികളെ അതിജീവിച്ച് സാങ്കേതിക വിദ്യയിലൂടെ കൃഷിയെ ലാഭകരമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാറക്കടവ് നെല്ലിപ്പാറ ഭാഗത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ KM മാണി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.